പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ എങ്ങനെയാണ് പെട്ടെന്ന് എടുക്കണേ, അത് പ്രീ പ്ലേറ്റ് ഇടണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ടിപ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ചോദിച്ചവർക്കും ഇനി ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുന്ന കേട്ടോ. കുഞ്ഞു കുഞ്ഞു ചെറിയാണെങ്കിൽ അതൊക്കെ കവർ ചെയ്ത് നമുക്ക് ഇതേപോലെ വെക്കാൻ പറ്റും കേട്ടോ. കുറച്ച് വീതിയുള്ളൂ, പക്ഷെ അതിങ്ങനെ നമ്മൾ മീതെ ഞെറി പോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല പരന്ന് ഇങ്ങനെ ഇരുന്നോളും. അതുപോലെ നമ്മൾ ഓരോന്നും ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ ബാക്കിലേക്ക് വെക്കുമ്പോൾ ബാക്കും കാണാനായിട്ട് ഭംഗിയായിരിക്കും. ഫ്രണ്ടിലെ ഞെറി ആദ്യം വരുന്ന ഞെറി വരുന്ന ഭാഗം വെച്ച് നല്ല ഭാഗം നമ്മുടെ മേശയിലോ കട്ടിലിലോ വിരിച്ചിടാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കൈപ്പത്തിയുടെ വീതിയിൽ നമ്മളൊരു അളവ് കാണാം. അതല്ല അതിലും ചെറുത് മതിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതല്ല ഞാൻ എടുക്കുന്ന പോലെ ഇങ്ങനെ ഒരു ആദ്യത്തെ ഞെറി ഇത്രയും വീതിയിലാണെങ്കിൽ ദേ ഇത്രേ ഉള്ളത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഞെറിയിടല്ലോ. പിന്നെ വരുന്ന ഫ്ലീറ്റ് എന്ന് പറയുന്നത് ഒരു ഇങ്ങോട്ട് തള്ളി വരാതിരിക്കാൻ ഈ ത്രെഡ് വർക്കുള്ള മുന്താണികളൊക്കെ ഉണ്ടല്ലോ, ഒതുങ്ങാൻ ഭയങ്കര പാടാണ്. പിന്നെ അത് മാത്രമല്ല ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ നൂലൊക്കെ കാണും. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലേ അപ്പോൾ രണ്ടാമത്തെ ഞെറിയും കൂടി ഒരു 1/2 ഇഞ്ച് കുറച്ച് ആ വീതിയിലൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതേ ഭയങ്കര എളുപ്പമാതേ കണ്ടോ. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ മേശയിലിട്ട്. ഏറ്റവും ചെറുതായിട്ട് എടുക്കുക. ചെറുതെന്ന് പറയുമ്പോൾ എത്ര വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇത്രയും ചെറിയ ഞെറിയിടാൻ ഇഷ്ടമില്ലാത്ത ആളാട്ടോ, പക്ഷെ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടോ. ഒരു 3 ഇഞ്ച് കൂടി വന്നൊരു 3 ഇഞ്ച് നമ്മുടെ ഒരു 3 വിരലിൻ്റെ വീതി, ആ ഒരു വീതിക്ക് ഇങ്ങനെ നമ്മൾ പേപ്പറുകളൊക്കെ മടക്കൂലേ എന്ന പോലെ അങ്ങനെ മടക്കിയെടുക്കുക. വളരെ എളുപ്പമാണ്. ഇത്രയും എളുപ്പമായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നമ്മൾ ഒരുക്കി വയ്ക്കുക, അതുപോലെ നേരെ ഒരുക്കി വയ്ക്കുക. ഈ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മളിങ്ങനെ മടക്കി വയ്ക്കുന്ന ഭാഗം, അത് വേണമെങ്കിൽ ഒരു അല്പം വീതിയിൽ ഇരുന്നാലേ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ആദ്യം വരുന്ന ഞെറിയിടല്ലോ അത് ഇതുപോലെ ഒന്ന് വീതിയിൽ ഇച്ചിരി വീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്തോ, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ കൈ ഓടിച്ച് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇത് ഒരേപോലെ വെച്ചിട്ട് നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കും. എന്നിട്ട് വീണ്ടും അതേ ലെവലിൽ തന്നെ എടുത്തെടുത്ത് പോവാം. ഇത്ര എളുപ്പമായിട്ട് മുന്താണി എടുക്കാവുന്ന കാര്യമുള്ളൂ. ഈ ഒരു ഭാഗം കരയുണ്ടെങ്കിൽ അതൊന്ന് നല്ല ഭംഗിയായിട്ട് വയ്ക്കുക. വീണ്ടും അത് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും ഇതുപോലെ തന്നെ എടുത്തു പോവാം. നമുക്ക് സൗകര്യത്തിന് ഇതേപോലെ ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ നീളത്തിലൊക്കെ വെച്ചിട്ട് നമുക്കിത് ഒതുക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാൻ അതേ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ്. അവിടെയും വരെ നമ്മൾ ഇതുപോലെ ഒരുക്കി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് ഒതുക്കി തന്നെ വെക്കണം. അപ്പോൾ പിന്നെ ഉടുക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ സാരി ഇതുപോലെ പ്രീ പ്ലീറ്റ് ഇട്ട് വയ്ക്കാൻ, കുഞ്ഞു ഞെറികളായിട്ട് വയ്ക്കാനായിട്ട് ഇത്ര എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കാം.